ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. നിന്നതല്ല നാം ദൈവം നമ്മെ നിറുത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. തത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തിടി തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തിടി തിരുഹിതം പോൽ. കർത്താവിന്റെ സ്തോത്രം. വളരെ സന്തോഷമുള്ളവളായിട്ടാണ്, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടിയാണ് ഇന്നിവിടെ റാന്നിയിൽ ഇപ്രകാരം ഈ ചർച്ചിലായിരിക്കാൻ ഇടയായത്. നമ്മുടെ റാന്നിയിലെ കൺവെൻഷനാണല്ലോ. നമ്മുടെ പല ആരംഭഘട്ടമായപ്പം ഞങ്ങളൊരു ബൈബിൾ കോളേജ് തമ്പാനും KC ജോണും കൂടെ നാഗർകോവിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു, 75ൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞു, ഈ വർഷം അവസാനം കഠിന ശോധനയിൽ കൂടെ കടന്നു പോകും, വിശ്വാസത്തെ വലിയ പരിശോധനയിൽ കൂടെ കടന്നു പോകും. എന്നാൽ ആ പരിശോധന ജയിച്ചാൽ ഇന്ന് വരെ നിങ്ങൾ ചെയ്ത ശുശ്രൂഷയൊക്കെ വെറും അടിത്തറ പാകിയിട്ടേ ഉള്ളൂ. ഇനിയാണ് യഥാർത്ഥ കെട്ടിടപ്പണി നടക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല. എനിക്കന്ന് എന്നാ 10 22 ഒക്കെ വയസ്സേ ഉള്ളൂ, 23 വയസ്സ്. അപ്പോൾ നമുക്ക് അന്ന് റാന്നി അഞ്ചാനിയിലൊരു കുടിവരവുണ്ട്, തൈമറങ്കര ഒരു കുടിവരവുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കൊച്ചന്മാർ, ആ കൊച്ചന്മാരൊന്നും ഇന്ന് ഇവിടെ ഇല്ല. ഞാനിങ്ങനെ ഓർത്തു പോയായിരുന്നു, അമലിക്കൊച്ചമ്മ, അമ്മ കൊച്ചമ്മ, അതുപോലെ നമ്മുടെ പ്രിയ എലിക്കുട്ടി, എൻ്റെ പഴയ കൂട്ടുകാരികളെ ഒന്നും എനിക്കിവിടെ കാണാനില്ല. അപ്പം അങ്ങനെ അവരോടെല്ലാം ഞാൻ പറയുമോ, നിങ്ങൾ പ്രാർത്ഥിക്കണേ, ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട് വലിയ പരിശോധന വരാൻ പോവുകയെന്ന്. അത്രേ എനിക്കറിയുള്ളൂ. മാസങ്ങൾ മുമ്പോട്ട് പോയി, നവംബർ മാസമായി. അപ്പോൾ ഇവിടെ കുന്തിരിക്കൽ ബിൽഡിങ് നിങ്ങൾ ഓർത്തോണം, 1975 ഇവിടെ കുന്തിരിക്കൽ ബിൽഡിങ്ങിൻ്റെ പണി അത് കഴിഞ്ഞു. അപ്പോൾ എന്തൊന്ന് കണ്ടാലും തമ്പിച്ചാനെല്ലാം പുതുമ, എന്തെങ്കിലും ചെയ്യണമെന്നാണല്ലോ തൻ്റെ ആഗ്രഹം. അപ്പോൾ കുന്തിരിക്കൽ ബിൽഡിങ്ങിൽ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട്. താൻ എന്ത് ചെയ്തു, ആ ഓഡിറ്റോറിയം അങ്ങ് ബുക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു മുറിയും ബുക്ക് ചെയ്തു. ആ മുറിയുടെ പേര് സോൾ ക്ലിനിക് എന്ന് പറഞ്ഞാൽ അവിടെ കാസറ്റുകളും പുസ്തകങ്ങളും എല്ലാം വെച്ച് അവിടെ വരുന്നവരോട് സുവിശേഷം പറഞ്ഞ് അവരുടെ സോളിൻ്റെ ക്ലിനിക്ക്, അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഈ കുന്തിരിക്കൽ ബിൽഡിങ്ങിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഒരു മ്യൂസിക്കൽ ഈവനിങ്. ഞാനൊരു കാര്യം അതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ മ്യൂസിക്കൽ ഈവനിങ് ആയിരുന്നത്.
അന്ന് നമ്മുടെ ഉണ്ണി സാറൊക്കെ ഇറവങ്കര സഭയിലുണ്ട്. തൻ്റെ മോനാണ് രാജു മാവേലിക്കര, ഏലിയാമ്മ രാജു. അതോടൊപ്പം തന്നെ JV പീറ്റർ, ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, ഞങ്ങളുടെ ഒരു മോനെ പോലെ നാഗർകോവിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. തൻ്റെ കൂടെ വേറെ പുനിതൻ രാജൻ എന്ന് പറഞ്ഞ 2 ഗിറ്റാറിസ്റ്റും ഉണ്ട്. അവരെയും വിളിച്ചു, ഇവരെയും വിളിച്ചു. ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കുന്തിരിക്കൽ ബിൽഡിങ്ങിൻ്റെ ഓഡിറ്റോറിയം നിറച്ചാള്. മ്യൂസിക്കൽ ഈവനിങ് ഒന്നും അന്ന് കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി. അത് വെള്ളിയാഴ്ച രാത്രി. ശനിയാഴ്ച രാവിലെ നമ്മുടെ ആദ്യത്തെ ഹോളാണ് റാന്നിയിലെ അഞ്ചാനി ഹോള്. അപ്പോൾ തമ്പിച്ചാൻ അമേരിക്കയ്ക്ക് പോയിട്ട് വന്നിട്ട് ആദ്യം പണിയുന്ന ഹോളാണ് അഞ്ചാനി ഹോള്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ തൈമറങ്കര ഹോള് പണിതു. അത് നമ്മൾ ഇവിടുത്തെ നാട്ടുകാരുടെ പൈസ കളക്ട് ചെയ്താണ് നമ്മൾ അത് പണിതത്. എന്നാൽ അമേരിക്കയിൽ പോയിട്ട് വന്നിട്ട് ആദ്യത്തെ ഹോള് അഞ്ചാനി ഹോളിൻ്റെ അവിടെ മാസയോഗവും അതിൻ്റെ ഉദ്ഘാടനവും കൂടെ അത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച നമ്മുടെ വീട് നിറച്ചാളാണ്. ഞങ്ങൾ പുല്ലിപ്പുറത്തൊരു പഴയ വീടാന്ന്, ഇപ്പോഴത്തെ വീടല്ല, താഴത്തച്ഛൻ്റെ. അത് നിറച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ജനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിൻ്റെ പകുതിയായപ്പോൾ എനിക്ക് ഭയങ്കരമായ അതിവേദന, കാലിനും നടുവിനും വയറിനും എല്ലാം. അവിടെ ഇരിക്കാനൊക്കത്തില്ല. ആ പകുതിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയും വീട്ടിൽ പോയേ ഒക്കത്തുള്ളൂ. വന്ന് ചുരുക്കി പറയട്ടെ, അത് ഡയറിയയും ടൈഫോയിഡും കൂടെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ 4ാമത്തെ അമ്മാൻ ബിനുവിനെ പ്രഗ്നൻ്റാണ്. മറ്റേ 3 പൊടിക്കൊച്ചുങ്ങൾ, ബിജുവിന് 5 വയസ്സ്, ബിനിക്കൊരു 3 വയസ്സ് കാണും, ബീനായിക്കൊരു 1.5 വയസ്സ് കാണും. അങ്ങനത്തെ 3 പൊടിക്കൊച്ചുങ്ങൾ. അവിടെ പോയപ്പം ഡയറിയായും നിൽക്കത്തില്ല, അതുപോലത്തെ അവസ്ഥ. അപ്പം ഇവിടെ മേനാന്തോടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ട് കാണിച്ചപ്പോഴാണ് അവരിത് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മരുന്നെടുക്കത്തില്ല. എന്തുകൊണ്ടാണ്? ദൈവാത്മാവ് പറഞ്ഞിട്ടില്ലേ ഇത് വിശ്വാസ പരിശോധനയാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. ദിവസങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഇവിടെ എല്ലാ ആളും ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഏലിക്കുട്ടിയൊക്കെ ഒരു കൊച്ചു വേണം, അവരെല്ലാം കാണാൻ വരുന്നതന്നെ. ഈ ഭാഗത്തുള്ള ജനമെല്ലാം തമ്പി ഉദ്ദേശിയുടെ ഭാര്യയെ മരിക്കാനിട്ടിരിക്കുക എന്നും പറഞ്ഞ് ആ ജനമെല്ലാം വരുന്നേ. അങ്ങനെ വന്നു. എൻ്റെ മമ്മിയെ പപ്പായും ചലകാമടിച്ച് വരുത്തി. അപ്പം ഞാൻ ഓർക്കുന്നു തമ്പിച്ചാൻ വെട്ടാപ്പാല ശമൂലിച്ചാനെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. ശമൂലിച്ചായ ഇവക്ക് വല്ലതും പറ്റിയാൽ ഞാൻ ഈ 3 പൊടിക്കൊച്ചുങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി മാറി. തൈമറങ്കരയിലും അഞ്ചാനിയിലുള്ള ദൈവജനം രാവിലെ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥനയും ഉപവാസവുമാണ്. അങ്ങനെ ഒരു ദിവസം തൈമറങ്കരക്കാർ പറയായിരുന്നു ഒരു മരണപ്പാട്ട് പോലത്തെ ഒരു പാട്ട് ഇവിടെ പാടുക. അപ്പോൾ അവർ വിചാരിച്ച ആൾ മരിച്ചു പോയി എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഞാൻ അത്ഭുതമെന്ന് പറയട്ടെ, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു വ്യാഴാഴ്ച ദിവസം അത്ഭുതകരമായ എൻ്റെ അരുമനാഥൻ എന്നെ തൊട്ടു, എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് നാഗർകോവിലോട്ട് പോയി. അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പം ബിജുവിനെയും കൊണ്ടാണ് വരുന്നത്. ബിജു അല്ലേ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ അനിയച്ചായൻ, നിങ്ങൾ ചിലരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ LICയിലെ അനിയച്ചായൻ നമ്മുടെ പഴയ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരി വന്ന് അവരുടെ വീട്ടിൽ കിടന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പോയി അന്ന് രാത്രി ആയപ്പോൾ ബിജുവിന് ഭയങ്കര പനി, 105 ഡിഗ്രിയോളം പനി. അപ്പോഴത്തേക്കും കൊച്ചു പറയുകയാണ്, മമ്മ ആണ്ട യേശുപ്പച്ചൻ നിൽക്കുന്നു, ആണ്ട സ്വർഗം. ഇത് കേൾക്കുമ്പോൾ എങ്ങനെ? ഞാൻ വിചാരിച്ച കൊച്ചു മരിക്കാൻ പോവുക. ചുരുക്കി പറയട്ടെ, അത് കഴിഞ്ഞ് ഈ പനിയുള്ള കുഞ്ഞും ഈ പൊടിക്കൊച്ചുങ്ങളുമായിട്ട് ബിനിയും ബീനായൊക്കെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ റാന്നിയിലോട്ട് വരുന്നു. അത് 5ാം പനിയായിരുന്നു. ആ 5ാം പനി ബിജുവിൻ്റെ അടുത്തുനിന്ന് ബിനിക്കും ബീനായ്ക്കും കിട്ടി. അത് ന്യൂമോണിയ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരെ മേനാന്തോറ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ഞാൻ ഈ മേനാന്തോറ ആശുപത്രിയിൽ ഈ കൊച്ചുങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഏക സഹായമായിട്ടൊരു അമ്മാളുണ്ട്. നിങ്ങൾ ചിലരൊക്കെ അറിയുമായിരിക്കും, ചങ്ങനാശ്ശേരിയിലോട്ട് ഒരു അമ്മാളാണ്.
അമ്മാള് അപ്പോൾ ഒത്തിരി പേര് വരുമല്ലേ ഞങ്ങളെ കാണാൻ. വലിയൊരു കല നിറച്ച് കഞ്ഞി വെച്ചിങ്ങോട്ട് വാർക്കുക, അത് മൊത്തത്തോടെ അവിടെ ദേഹത്തോട്ട് നോക്കുമ്പോൾ അമ്മാളിനെ 4 പേര് പൊക്കിക്കൊണ്ട് വരിക. എന്താ തീ പൊള്ളി. അപ്പോൾ ഇതിനു മുമ്പേ ദൈവാത്മാവിനെ കാണിച്ചു ആ മുറ്റത്തിൻ്റെ നീളത്തിലൊരു പാമ്പ് കിടക്കുന്നത്. ഇനി അതുപോലുള്ള പരിശോധന വരാൻ പോകാമെന്ന കർത്താവ് കാണിച്ചേ. അങ്ങനെ അവളെ ഒരു ബെഡയിലെ ഈ പിള്ളേര് ഈ കൊച്ചുങ്ങൾ ഡിസ്ചാർജായി വരുന്ന അന്ന് തമ്പിച്ചാന് അപ്പം ഈ ശബരിമല അവരുടെ ആ തെള്ളുള്ള സമയമാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിൻ്റെ ഫുട്ബോർഡ് വന്ന് തൻ്റെ കാലേ വന്ന് ഇടിച്ചു. ഈ പുല്ലൂരി ഭാഗത്ത് ഈ പടവലങ്ങ ചതഞ്ഞ പോലെ വന്നങ്ങ് ചതഞ്ഞു. അങ്ങനെ വന്ന് വീട്ടിൽ കിടക്കാണ്. ഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ വണ്ണത്തിലാണ് പഴുപ്പ് വരുന്നത്. എല്ലാം ബെഡിൽ തന്നെയാണ്. അപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു, ഞാനും മരുന്നെടുക്കത്തില്ല, ഇത് വിശ്വാസത്തിൽ പരിശോധനയാണല്ലോ എന്ന് പറഞ്ഞ് ചുരുക്കി പറയട്ടെ എല്ലിൻ്റെ മുകളിലത്തെ തൊലി വരെ പോയി. അപ്പോൾ തമ്പിച്ചാൻ്റെ അളിയൻ വന്ന് പറഞ്ഞു, തമ്പി കാലും മുറിക്കേണ്ടി വരും, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം 1975 നവംബർ മാസത്തിൽ തുടങ്ങിയത്. നവംബർ, ഡിസംബർ, ജനുവരി ഒരു ദിവസം പോലും ഇടവിടാതെ ഒഴിച്ച കണ്ണുനീരിന് ഒരു കയ്യും കണക്കുമില്ല. ഓരോ ദിവസവും ഈ പുല്ലുപ്പുറത്ത് ഈ അയലൊക്കത്താ വീട്ടിലിരുന്നുകൊണ്ട് ഒഴിച്ച കണ്ണുനീര്. അന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളാണേലേ ബീനായിക്ക്. അപ്പം ഇവിടെ ഇത്രയും വലിയൊരു കഴല. അപ്പോൾ ആ കുഞ്ഞവിടെ വരാന്ത ഇരുന്നുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കും. ഞാൻ അവിടെ കിടക്കുമല്ലേ, അപ്പം എന്നെ അമ്മയെ ഇങ്ങനെ നോക്കുന്നേ. ഒത്തിരി 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 വേദന കൂടെ. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ ബിനുവിനെ പ്രഗ്നൻ്റുമാണ്. ആ നിലയിൽ ആ ഫെബ്രുവരി വരെ 5 മാസം ഒരു ദിവസം പോലും ഇട തോരാതെ. അത് കഴിഞ്ഞ് ആ മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറി ചെങ്ങന്നൂര് ഒരു വാടക വീട്ടിലോട്ട് ഞങ്ങൾ മാറുന്നത്. ആ ഏപ്രിൽ മാസത്തിൽ ഞങ്ങളുടെ ഇളയ മോൻ ബിനുവിനെ പ്രസവിക്കുന്നു. റാന്നിക്കാരെല്ലാം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ കൊച്ചമ്മമാരെല്ലാം വന്നു കുഞ്ഞിനെ കാണാൻ. എല്ലാവരും വിചാരിച്ചു കുഞ്ഞ് ഡിഫോംഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനെ വയറ്റിലിട്ടുകൊണ്ടല്ലേ ഇതെല്ലാം കടന്നു പോയത്. എന്നാൽ ഏറ്റവും സുന്ദരനായ നല്ലൊരു ആൺകുട്ടിയെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. ആ വർഷം 1976 ജൂൺ മാസത്തിലാണ് ന്യൂ ഇന്ത്യ ദൈവസഭ എന്നുള്ളൊരു സഭ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അത് ഉടലെടുക്കുന്നത്. അപ്പം ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നത്തിങ് കംസ് ഈസി അല്ലേ. ഒരമ്മ പ്രസവവേദന അനുഭവിക്കാതെ ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കത്തില്ല. ഇവിടെ ഇതെല്ലാം ആരംഭിച്ചത് എവിടാ പ്രിയമുള്ളവരെ? റാന്നിയാണ് നമ്മുടെ കുടുംബം. ഇത് പ്രാരംഭമായിട്ട് തമ്പിച്ചാനി 61 വന്ന് 76 വരെ അനേക കഷ്ടങ്ങൾ സഹിച്ചു. എന്നാൽ നമുക്കറിയാം ഈറ്റുനോവ് തുടങ്ങിക്കഴിയുമ്പോൾ ആ പെയിൻ ഒരു വലിയ പെയിനാണ്. ആ പെയിൻ കഴിഞ്ഞാൽ പ്രസവം നടക്കുന്നത് അല്ലേ. ഈ പുല്ലുപ്പുറത്ത് വെച്ച് നടന്നത് ഈറ്റുനോവായിരുന്നു, പ്രസവ വേദന. അതിപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. എന്നാൽ 76 ആ കുഞ്ഞ് ജനിച്ചു. അപ്പം ഞാൻ ഓർത്തു, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രവചനം എത്ര വാസ്തവമാണ്. ഇത്രയും നാളും നിങ്ങൾ സഹിച്ചതെല്ലാം വെറും അടിത്തറവാകുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഇനിയാണ് യഥാർത്ഥ കെട്ടിടം പണിയ. ഹല്ലേലൂയ. അത് കഴിഞ്ഞു നമ്മുടെ പ്രവർത്തനം അങ്ങോട്ട് കർത്താവ് അത്ഭുതകരമായി നടത്താൻ തുടങ്ങി. എനിക്കിവിടെ പറയാനൊരു ചെറിയ ദൂത്. നമ്മളെ കർത്താവ്, ദ ലോർഡ് ഹസ് അനോയിൻറ്റഡ് us with the power and an anointing അല്ലേ. നമ്മൾ ആരാ? നമ്മൾ ചെറിയ പുള്ളികളല്ല. നമ്മൾ നോക്കുമ്പോൾ അതൊന്നും പറയാൻ എനിക്ക് നേരമില്ല. നമ്മുടെ കണ്ണ് ദൃഷ്ടി വെക്കുന്നിടത്ത് വിടുതലുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഭൂതത്തെ ഇറക്കി. ആ ഭൂതം
പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചിങ്ങവനത്ത് വെച്ചായിരുന്നു, ആൻറ്റി എനിക്കിവിടെ വരാൻ വലിയ പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു എന്നാ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം വലിയ ആയുധം വെച്ച ആളുകൾ ചുറ്റും നിൽക്കുന്നു, അത് നമുക്കറിയാം, ദൂതന്മാരാ. ഞാൻ പറഞ്ഞു പിന്നെ എന്നായിരുന്നു? ആൻറ്റിയുടെ കണ്ണി നോക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, യേശുവിനെ കാണാമായിരുന്നു. സ്തോത്രം. പ്രിയ ദൈവജനമേ, നിന്റെ കണ്ണി നോക്കുമ്പം അവിടെ യേശുവിനെ കാണാം. ബിക്കോസ് യു ഹാവ് ദാറ്റ് അനോയിന്റിങ്. അതുമാത്രമല്ല, നീ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ, അല്ലേ? യോശുവ കൽപ്പിച്ചു, സൂര്യൻ അവിടെ നിന്നു, ചന്ദ്രൻ ഇവിടെ നിന്നു. ബിക്കോസ് there is power. എനിക്ക് ഈ TV പ്രോഗ്രാം ഉള്ളത് നിങ്ങൾക്കറിയാം, അല്ലേ? എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ വിളിക്കും. അയർലൻഡിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം അലറിപ്പോകുന്നത് കേൾക്കാം. ഇംഗ്ലണ്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറയുന്നത് കേൾക്കാം. യുവർ വേർഡ്സ് ആർ പവർഫുൾ. നീ ഒരു വാക്ക് പറയുമ്പോൾ അവിടെ വിടുതലുകൾ നടക്കും. നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാം അറിയാം തമ്പിച്ചാൻ്റെ ജീവിതം, എന്തുമാത്രം കഷ്ടങ്ങൾ, ത്യാഗങ്ങൾ. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്, രക്തച്ചൊരിച്ചിലുണ്ട്, എത്രയോ പ്രാവശ്യം വധഭീഷണിയുണ്ട്, ആഴ്ചകൾ പട്ടിണി കിടന്നിട്ടുണ്ട്, മൈലുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും തന്നെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ഉയരത്തിലെ ശക്തി, ആ വിളിയുടേതായ ശ്രേഷ്ഠത. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസനെ കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങുവാൻ സമ്പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പം ന്യൂ ഇന്ത്യ ദേവസഭ ഇല്ല കേട്ടോ. എന്നാൽ ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ സ്ഥാപകരായി ഇതിനെ തുടങ്ങുവാൻ, ആ വലിയ ദൗത്യം ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞാനിവിടുന്നപ്പോൾ ഇങ്ങനെ ഓർക്കായിരുന്നു, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരിലെ ഒരു നല്ല പങ്ക് തമ്പിച്ചാൻ 61 വേലയ്ക്ക് ഇറങ്ങിയപ്പം ജനിച്ചിട്ടില്ല, ഇവിടെ ഇല്ല അന്ന്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ദാസന്മാരായിട്ട് ഒരു കൂട്ടത്തെ കാണുവാൻ ഈ റാന്നിയുടെ മണ്ണിൽ കർത്താവ് ഇത്രയും പേരെ എഴുന്നേൽപ്പിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിശ്ചയമായിട്ടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശീബാരഹം ദാലബലബല ബച്ഛലോത് ഭവിഷ്യ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാം അറിയാം, തമ്പിച്ചാനെ ജീവിച്ച പോലെ, പ്രസംഗിച്ച പോലെ ജീവിച്ചൊരു മനുഷ്യനാണ്. ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ പ്രസംഗം ഒന്ന്, ജീവിതം വേറൊന്നായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ അവസാനം വരെ താൻ പറഞ്ഞ പ്രസംഗം, താൻ പ്രസംഗിച്ച പ്രസംഗം അതുപോലെ ജീവിച്ച് കാണിച്ച ഒരു ദൈവദാസനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമ്പിച്ചാൻ മരിച്ചപ്പം തനിക്ക് ഒന്നും പറഞ്ഞു വെക്കാനില്ലായിരുന്നു, ബില്ല് എഴുതാനില്ലായിരുന്നു, എന്നോടോ കുഞ്ഞുങ്ങളോടോ പറയാൻ തനിക്കൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആരെക്കാൾ കൂടുതൽ കാശ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ് താൻ. മില്യൺസ് ഓഫ് ഡോളേഴ്സ്, കോടിക്കണക്കിന് ഡോളറുകളാണ് കഴിഞ്ഞ 10-50 വർഷം കൊണ്ട് തൻ്റെ കയ്യിൽ കൂടെ കടന്നു പോയത്. എന്നാൽ അതിൻ്റെ ഒന്നും കറ തൻ്റെ കയ്യിൽ പറ്റി, തൻ്റെ ഡെഡിക്കേഷനായിരുന്നത്. കർത്താവിന് വേണ്ടി ഞങ്ങൾ അന്നെടുത്ത തീരുമാനമാണ്, അമേരിക്കയിൽ പോകുന്നതിന് തലേ രാത്രി, കർത്താവേ ഇതെല്ലാം നിനക്ക് വേണ്ടി ചെലവാക്കും, യേശുവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി. അത് പ്രസംഗിക്കുക മാത്രമല്ല, അവസാനം വരെ അത് ജീവിച്ച് കാണിച്ചു. അപ്പോൾ പലരെങ്കിലും ഓർക്കും, അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ 2 ആണും 2 പെണ്ണും ഈ പിള്ളേരെല്ലാം ഉള്ളപ്പം ഈ മനുഷ്യൻ എന്താ ഈ പിള്ളേർക്ക്? ഞങ്ങളുടെ 2 ആൺപിള്ളേരും ഇന്നും വാടക വീട്ടിലാണ് താമസിക്കുന്നത്, കൽക്കട്ടയിലും ബോംബെയിലും. അവർക്കതിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അത് യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യമാണെന്ന് തോന്നുന്നു. നീ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ, നമുക്കതൊന്നും എടുത്ത് വായിക്കാൻ സമയമില്ല. എന്താവും? നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടം ഞാൻ നിനക്ക് അവകാശമായി തരും. അത് നിനക്ക് മാത്രമല്ല, നിൻ്റെ സന്തതിക്കും തരും.
അതാ പ്രിയമുള്ളവരെ നമ്മുടെ അവകാശം. നമ്മുടെ ദേശങ്ങൾ, നമ്മൾ ദേശങ്ങളെ ചവിട്ടി പിടിക്കണം. യേശുവിന് വേണ്ടി ദേശങ്ങളെ, നമുക്ക് വസ്തുവകളല്ല ദേശങ്ങൾ തരാമെന്നല്ലേ കർത്താവ് പറഞ്ഞ്. നിങ്ങൾക്കൊക്കെ അറിയാൻ, തമ്പിച്ചാൻ മരത്തിൻ്റെ മണ്ടേ കയറി വിളിച്ചു പറഞ്ഞ ശുശ്രൂഷ ആരംഭിച്ചല്ലേ. നീലമ്പേരി ഇഷ്ടം പോലെ തെങ്ങുണ്ട്. വിളിച്ചു പറഞ്ഞു. ആ ഭാഗങ്ങളിലെല്ലാം ചവിട്ടി നടന്നു. എത്രയോ മൈലുകൾ ഓരോ ദിവസവും നടന്നു. ഇന്നിപ്പോൾ നമുക്ക് 3 ചർച്ചുണ്ട് കുറിച്ചി തന്നെ. ഇപ്പം 4ാമത്തെ ചർച്ച് നമ്മൾ 3 മാസം മുമ്പ് തുടങ്ങിക്കഴിഞ്ഞു. അവിടെ 5 പുതിയ കുടുംബമാണ് ആ ചർച്ചിൽ കഴിഞ്ഞ ആഴ്ച വന്നത്. എന്തുകൊണ്ടാണ്? കൊയ്ത്ത തമിഴ്ചാനി അവസാനം വരെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, ചിങ്ങവനത്തിൻ്റെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും 5 കിലോമീറ്റർ വിസ്താരണത്തിൽ 500 കുടുംബത്തെ തരണമേ. ഞാൻ ഓർക്കും, എവിടെ നിന്നാണ് ഈ കുടുംബം വരാൻ പോകുന്നത്? ഇപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച 5 പുതിയ കുടുംബം. തപിച്ചാൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നുകൊണ്ടിരിക്കുക. നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടം അവകാശമായി തരും. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ 4 പിള്ളേരും കർത്താവിൻ്റെ വേലയിലാണ്. ബിനു കൽക്കട്ടയിലെ, ബിജു ബോംബെയിലെ, ബീന ഗോവയിലെ, ബിനിയും കുടുംബവും അവരും അമേരിക്കയിൽ നിന്ന് വന്നു, അവരും ബോംബെയിലാണ്. അപ്പോൾ ഇവർക്കാർക്കും ഒന്നും കൊടുത്തൊന്നുമില്ല. പക്ഷെ എങ്ങനെയാ ഇവരുടെ അവകാശം എന്നാ? അവിടെ നമ്മൾ യോശുവയെക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത്. 40 വയസ്സുള്ളപ്പോഴാണ് പുള്ളി എന്ത് ചെയ്തത്? ഉറ്റുനോക്കാൻ പോയെ. എന്നാൽ എല്ലാവർക്കും അവകാശം കൊടുത്തെങ്കിലും പുള്ളിക്ക് അവകാശം കിട്ടിയില്ല. പുള്ളിക്ക് കിട്ടിയ അവകാശം എന്താ? നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നരം ഞാൻ നിനക്ക് അവകാശമായി തരാം. ഇന്നിപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബിജു ആണെങ്കിൽ 30,000 പേരാണ് അവിടെ. PYJ എന്ന് പറയും. എല്ലാ ഡിസംബറിലും അവിടെയുള്ള എല്ലാ ക്രിസ്തീയ സഭകളും ഒരുമിച്ച് വലിയൊരു ബീച്ചിൽ മീറ്റിംഗ് നടക്കും. 25,000-നും 30,000-നും ഇടയിൽ ജനമാണ് കൂടുന്നത്. ബിജു അതിൻ്റെ ജോയിൻറ്റ് ചെയർമാൻ. അവൻ ആരാ? നമ്മളാരുമല്ല അവിടുത്തെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെയും നിൻ്റെ സന്തതിയെയും ദേശത്തിൻ്റെ പ്രഭുക്കന്മാരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് കാശും പണവും വേണ്ട പ്രിയമുള്ളവരെ. അതൊന്നും അവിടെ വാഗ്ദത്തം ചെയ്തിട്ടില്ല. അവർക്കവിടെ ഓഹരി കിട്ടിയില്ല. പക്ഷെ നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന. അത് മാത്രമല്ല, 2017 വാക്ക് ഫോർ ഫ്രീഡം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ സ്ലേവറിക്കെതിരായിട്ട് മൗന ജാഥ. അത് 2017 ബോംബെയിൽ ആദ്യം 100 പേരായിട്ട് തുടങ്ങി. ഈ വർഷം നിങ്ങൾക്കറിയണോ, 33,000 പേരാണ് ഭാരതത്തിൻ്റെ 107 പട്ടണങ്ങളിൽ മൗനജാഥ നടത്തിയത്. അതിൽ 6.5 കോടി ജനം അതിനെക്കുറിച്ച് അവെയറായി. ഞാൻ ഈ നമ്പേഴ്സൊക്കെ പറഞ്ഞത് അതുപോലെ ഒരു വലിയ വിശാലതയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തുക. ആ ബോംബെ പട്ടണത്തിൽ ആരുമല്ലാത്ത നമ്മളെ അവിടുത്തെ പ്രഭുക്കന്മാരാക്കുക. അതുപോലെ കൽക്കട്ടയിലെ ബിനുവിന് അവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാം, പ്രോസ്റ്റിറ്റ്യൂട്ട്സും തമ്മിലുള്ളവരെയും എവറി ഇയർ 800 പേരാണ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. 4 ട്രെയിനിങ് പ്രോഗ്രാമിൽ 800 പേര്. അവൻ്റെ ആഗ്രഹം 20 ട്രെയിനിങ് പ്രോഗ്രാം, 1000കണക്കിന്. ഇതാണ് നമുക്ക് വേണ്ടത്. ജീവനുള്ള കല്ലുകൾ, ജീവിതങ്ങളെ കർത്താവിനേട് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ കഴിവും മിടുക്കും അല്ല കേട്ടോ. ഇവരാരും ഒന്നും ചെയ്തിട്ടല്ല. എന്നാൽ കൽക്കട്ടയ്ക്ക് പോകാൻ പറഞ്ഞു. അവിടെ പോയി. ഇന്ന് കൽക്കട്ടയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ചായിട്ട് നമ്മുടെ ചർച്ച ആയി തീർന്നിരിക്കുക. 135 സഭകൾ നോർത്ത് ബംഗാളിൽ ഉടലെടുത്തിരിക്കുക. ബീനായൊക്കെ ഗോവയിലാണ്. അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ അവിടെയുള്ള ഹോംലെസ് മെൻ എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാര്. ഇവരൊന്നും ആർക്കും വേണ്ടല്ലോ. ഇവർക്കെല്ലാം ഇവരെ ഇൻചാർജ് ആക്കിയിരിക്കുക. IG-മാരും പോലീസ് ഇൻസ്പെക്ടർമാരും ഇവരെല്ലാം പുറകിൽ നിന്നുകൊണ്ട് വലിയ ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ ഈ ദേശങ്ങളെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. അപ്പം നിങ്ങൾ ഓർക്കും, എടാ ഷിബുവൊക്കെ അവിടെ നിന്ന് വന്നിട്ട് അവർക്കൊന്നുമില്ലേ? അവർ
നിങ്ങൾക്കറിയാം കിണർ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് 50,000 ജനം ട്രിച്ചിയിൽ അവരെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. അപ്പോൾ കിണർ ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല, അവരുടെ ഫുൾ ചാർജ്, അവരോട് സുവിശേഷം പറയാനും ഒക്കെ നമുക്ക് അവസരമുണ്ട്. ഞാനൊന്ന് ചുരുക്കി ഇത്രയും പറഞ്ഞ എന്തിനാന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും വ്യത്യാസമില്ല. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് തമ്പിച്ചാൻ ഒന്നും കരുതാതെ പോയല്ലോ. തമ്പിച്ചാൻ എന്നാലും ഒരു വിൽപ്പത്ര വില എഴുതി വെക്കണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തമ്പിച്ചാൻ അതിനേക്കാൾ വലുതാ ചെയ്തിട്ട് പോയത്. ജോഷുവായ്ക്കുള്ള അവകാശം ജോഷുവായോട് പറഞ്ഞത്, നിനക്ക് നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നത്, അത് നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിക്ക്. പ്രിയ ദൈവജനമേ, ഇന്ന് അത് കണ്ട് ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഒന്നും കാണാനില്ല, എനിക്ക് വേറെ ഒന്നും തന്നിട്ടല്ല എൻ്റെ ഭർത്താവ് പോയത്. എന്നാൽ ഈ വലിയ വാഗ്ദത്തം, കർത്താവിന് വേണ്ടി നിന്നാൽ, നീ വിശ്വസ്തയോടെ നിന്നാൽ, നീ പരമാർത്ഥതയോടെ നിന്നാൽ, നിനക്ക് വേണ്ടിയുള്ള അവകാശം നിശ്ചയമായും അത് പാസ്റ്റർ വി.എ. തമ്പിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിൽക്കാൻ പറ്റുമോ? കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ ചില പാസ്റ്റർമാരെങ്കിലും കാണാം, അയ്യോ ഞങ്ങളൊന്നും കരുതിയില്ലല്ലോ, ഞങ്ങളെന്ത് ചെയ്യും? ആരും ഭാരപ്പെടണ്ട, നിനക്കുള്ള അവകാശം സ്വർഗത്തിലെ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും ഇന്ന് പാൽക്കാലം ഇവിടെ കടന്നു വരുവാനും, ഈ റാന്നിയുടെ മണ്ണിൽ ഒന്നുമില്ലാതെ 61 ആരംഭിച്ച ദൈവദാസൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. കർത്താവിന് വേണ്ടി നിന്നു, അവസാനം വരെ നിന്നു. കർത്താവിന് വേണ്ടി ഇന്ന് തലമുറകളെ ഏൽപ്പിച്ചിട്ട് പോയി. ഇന്ന് തൻ്റെ മാത്രമല്ല നിൻ്റെ തലമുറയ്ക്കും അവകാശമെന്ന് പറഞ്ഞ ആ അവകാശം പ്രാപിപ്പാനുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നു. നിങ്ങളെല്ലാം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങൾ എനിക്ക് പരിചയമുള്ളവരുണ്ട്, പ്രായമുള്ളവർ. എന്നാൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയായി ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ തുടർമാനമായിട്ട് വായിച്ച് പ്രാർത്ഥിക്കണം. ഇനി റാന്നിയിലോട്ട് ഒന്ന് വരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. തമ്പിച്ചാൻ കൊല്ലത്ത് പോയപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ മുഖം കാണുമോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. റാന്നിയിലെ നേരത്തെ സാങ്കുട്ടി പറഞ്ഞ പോലെ എല്ലാ വർഷവും തന്നെ ഇവിടെ ലേഡീസ് മീറ്റിങ്ങിനെ പ്രസംഗിക്കാൻ ഞാൻ വരുമായിരുന്നു, അനേക വർഷങ്ങളായിട്ട്. എന്നാൽ ഇനിയിപ്പോൾ എനിക്ക് വരാനൊക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മളിവിടെ കണ്ടില്ലെങ്കിൽ നമ്മൾ അവിടെ കാണും. എനിക്ക് പറയാനുള്ളത്, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ്റെ വിളി കേട്ടിറങ്ങിയാൽ വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ അവന് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണത്തോടെ ജീവിച്ചാൽ അവൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. അതിന് യാതൊരു സംശയവുമില്ല. അതിനായിട്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ഐ ലവ് യു ഓൾ സോ മച്ച്. റാന്നിക്കാരോട് ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം ഇവിടെ ആയിരുന്നു. റാന്നി എപ്പോഴും റാന്നി വരവാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു.